ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സത്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. സത്യം ചെയ്യാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടത് വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? സത്യം ചെയ്യാറുണ്ട്. സത്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് മാത്രമേ സത്യം ചെയ്താൽ അത് ശരിയാവൂ. ഒന്നിരിക്കൽ അള്ളാഹുവിൻ്റെ പേരുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് വിശേഷണങ്ങളെ കൊണ്ടായിരിക്കണം. അങ്ങനെ സത്യം ചെയ്താൽ സത്യം ശരിയാവും. ഉദാഹരണത്തിന് വല്ലാഹി എന്ന് പറയാം. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹാണ് സത്യം. വാവ് സത്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് വാവ് പറയുക. വല്ലാഹി, അള്ളാഹു ആണ് സത്യം. അങ്ങനെ സത്യം ചെയ്യാം. അല്ലെങ്കിൽ റഹ്മാനി, റഹ്മാനായ പടച്ചവനാണ് സത്യം, റഹ്മാൻ. അല്ലെങ്കിൽ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ പടച്ചവനാണ് സത്യം. അല്ലെങ്കിൽ ഖാലിഖ്, ഖാലിഖുൽ ഖൽഖി, സൃഷ്ടികളെ സൃഷ്ടിച്ചവനാണ് തന്നെ സത്യം. അപ്പൊ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ പേരുകളെ കൊണ്ടുള്ള സത്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ സത്യം ചെയ്യാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണങ്ങളെ കൊണ്ട് സത്യം ചെയ്യാം. ഉദാഹരണത്തിന് അള്ളാഹു കലാമില്ല, അള്ളാഹിൻ്റെ കലാമാണ് സത്യം, അള്ളാഹുവിൻ്റെ കലാമാണ് സത്യം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബാണ് സത്യം, കിതാബില്ല. അള്ളാഹിൻ്റെ ഖുർആനാണ് സത്യം, അള്ളാഹുവിൻ്റെ തൗറാത്താണ് സത്യം, അള്ളാഹുവിൻ്റെ ഇഞ്ചീലാണ് സത്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കൊണ്ടോ മാത്രമേ സത്യം ചെയ്താൽ ആ സത്യം ശരിയാകുള്ളൂ. അതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം. മുസ്ഹഫ് കൊണ്ട് സത്യം ചെയ്താൽ, മുസ്ഹഫ് എന്ന് പറയുന്നത് ആ പേപ്പറുകളെ ഉദ്ദേശിച്ചാണെങ്കിൽ ആ സത്യം ശരിയാവില്ല. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം ഉദ്ദേശിക്കണം, ഈ പേപ്പറുകൾ എന്ന് പറയുന്നതല്ല. അത് അള്ളാഹുവിൻ്റെ കലാം എന്ന നിലയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ സത്യം ശരിയാവും. കേവലം ഈ പേപ്പറുകൾ എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സിഫത്തുകളല്ല, അള്ളാഹുവിൻ്റെ പേരുമല്ല. ഒരു സൃഷ്ടിയെ കൊണ്ടും സത്യം ചെയ്താൽ സത്യം ശരിയാവില്ല. അള്ളാഹുവിൻ്റെ പേരുകളോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ അല്ലാത്ത ഒരു സൃഷ്ടികളെ കൊണ്ടും സത്യം ചെയ്താൽ സത്യം എന്താവില്ല, ശരിയാവില്ല. ഉദാഹരണത്തിന് നബി ഒരു സൃഷ്ടിയാണ്, സൃഷ്ടാവ് അള്ളാഹു മാത്രമേ ഉള്ളൂ. നബിയാണ് സത്യം, സത്യം ശരിയാവില്ല. അല്ലെങ്കിൽ കാബയാണ് സത്യം, അതും ശരിയാവില്ല. അല്ലെങ്കിൽ പുത്തമ്പള്ളിയാണ് സത്യം, അല്ലേ? അല്ലെങ്കിൽ മറ്റേ ഇതല്ല, പുതുപ്പള്ളിയാണ് സത്യം. ഇങ്ങനെയൊന്നും സത്യം ചെയ്ത സത്യം എന്താവില്ല, ശരിയാവില്ല. സത്യം ചെയ്യണമെങ്കിൽ ശരിയാകാൻ അള്ളാഹുവിൻ്റെ പേരായിരിക്കണം, അള്ളാഹുവിൻ്റെ സിഫത്തായിരിക്കണം. മഖ്ലൂക്കായ ഒന്നിനെ കൊണ്ടുള്ള സത്യം ശരിയാവില്ല. കാരണം ആ സത്യം നിരോധിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുന്ന രീതി, എൻ്റെ ഉമ്മയാണ് സത്യം, വാപ്പയാണ് സത്യം, ഇതെല്ലാം നിരോധിക്കപ്പെട്ട സത്യങ്ങളാണ്. സത്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ടോ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കൊണ്ടാണ് സത്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ചെയ്യാം, അത് പറയുന്നത് വലുവരിലേക്ക് വരുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫറ. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് കഫറ. ഇതിൻ്റെ അർത്ഥം നേർക്ക് നേരേൻ്റെ അർത്ഥം കാഫിറായി. പക്ഷെ അതിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുകയും അള്ളാഹുവിനെ ബഹുമാനിക്കും പോലെ അതിനെ ബഹുമാനിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ആണ് കാഫിറായി എന്ന് പറഞ്ഞത്. ആ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ അത് തെറ്റേന്ന് മാത്രമേ ഉള്ളൂ, കാഫിറാവില്ല. ഇപ്പൊ കാബയെ പറ്റി ഒരാൾ സത്യം ചെയ്യുന്നു, അള്ളാഹുവിനെ പോലെ ആ കാബയ്ക്ക് ബഹുമാനം കണ്ടുകൊണ്ടാണെങ്കിൽ ഫഖദ് കഫറ. അള്ളാഹുവിനെ പോലെ ബഹുമാനം അള്ളാഹു അല്ലാത്ത ഒന്നിനും ഇല്ലല്ലോ. അപ്പൊ ഏതായാലും സത്യം ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പേര് കൊണ്ടും അള്ളാഹുവിന്റെ സുഹൃത്തുക്കളെ കൊണ്ടുമായിരിക്കണം.